എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3ലെ 4th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിലെ 4th സബ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? 1 + sec a divided by sec a is equal to sin square a divided by 1 - cos a. ഇവിടെ ഹിന്റ് പറയുന്നത് എന്താണ്? സിംപ്ലിഫൈ LHS ആൻഡ് RHS സെപ്പറേറ്റ്ലി. അതായത് ഈ ഒരു പോർഷൻ ആണ് LHS, ഈ ഒരു പോർഷൻ ആണ് RHS. ഈ LHSും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, RHSും സെപ്പറേറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് രണ്ടിന്റെ ആൻസർ ഈക്വൽ ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡായിട്ട് എഴുതാം. LHS RHS എന്ന്. LHS RHS. ഓക്കെ, LHSൽ എന്താണ്? 1 + sec a ഡിവൈഡഡ് ബൈ sec a. RHSൽ എന്താണ്? sin സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 - cos a. നമുക്കറിയാം sec aയുടെ വാല്യൂ, sec a എന്ന് പറയുന്നത് എന്താണ്? കോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് sec a. അപ്പൊ 1 / cos a ആണ് sec a. sec യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 / cos a. അതുപോലെ തന്നെ sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് ആൻസർ അല്ലെ? sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് sin സ്ക്വയർ a എന്ന് പറയുന്നത് എന്താണ്? ഈ cos സ്ക്വയർ a ഈക്വൽ ടു അപ്പുറത്തും എന്താവും? 1 - cos സ്ക്വയർ a എന്ന് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് ഇത് ചെയ്യാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ sec a ഉള്ളിടത്തെല്ലാം 1 / cos a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. sec യുടെ വാല്യൂ എന്താണ്? 1 / cos a. അതെടുത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 + sec യുടെ അവിടെ എന്ത് വരും? 1 / cos a ഡിവൈഡഡ് ബൈ sec a. sec a എന്താണ്? 1 / cos a. അതായത് ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ആണ്. അപ്പൊ നമ്പറും ഫ്രാക്ഷനും തമ്മിൽ സം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം അല്ലെ? ഈ നമ്പറിനെ ഇതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വിച്ച് ഇംപ്ലൈസ് cos a കൊണ്ട് നമ്മൾ 1 ഇൻറ്റു ചെയ്യുമ്പോൾ 1 × cos a, പിന്നെന്തുണ്ട്? പ്ലസ്, പിന്നെന്തുണ്ട്? 1 ഡിവൈഡഡ് ബൈ cos a ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഈ ഡിവിഷൻ ആണ് ഇത്. അതിന് താഴെ എന്തുണ്ട്? 1 / cos a. ഓക്കെ, അപ്പൊ 1 × cos a എന്താണ്? cos a പ്ലസ് 1 ഡിവൈഡഡ് ബൈ cos a. എന്നിട്ട് എന്താണ്? ഈ ഡിവിഷനെ ഞാൻ ഡിവിഷൻ സിമ്പിൾ ആക്കുകയാണ്. ഈ ഒരു ഡിവിഷനെ ഡിവിഷൻ സിമ്പിൾ ആക്കിയിട്ട് 1 / cos a എന്ന് കൊടുത്തു. അപ്പൊ ഇത് നോക്കൂ, ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ഫ്രാക്ഷൻ. ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഈ ഫ്രാക്ഷനെ ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പൊ ഈ ഫ്രാക്ഷൻ ഞാൻ അങ്ങനെ എഴുതുകയാണ്. cos a പ്ലസ് 1 ഡിവൈഡഡ് ബൈ cos a. ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷനായി മാറും. ഇതെന്താവും? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ cos a ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറും, ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറും. ഓക്കെ, അപ്പൊ ഇവിടെ മുകളിലും താഴെ ആര് കോമൺ ആയിട്ടുണ്ട്? cos a ഉണ്ട് അല്ലെ? cos a താഴെയുണ്ട്, മുകളിലുണ്ട്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. പിന്നെ എന്താണുള്ളത്? cos a പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഈ 1 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? cos a പ്ലസ് 1 എന്ന് തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ LHS ഈ ഒരു പോർഷൻ LHS ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്താണ്? cos a പ്ലസ് 1 ആണ്. ഇത് നമുക്ക് RHS ചെയ്യാം. sin സ്ക്വയർ a, sin സ്ക്വയർ എയുടെ ആൻസർ എന്താണ്? 1 - cos സ്ക്വയർ a അല്ലെ? sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a = 1 ആണ്. അങ്ങനെയാണെങ്കിൽ sin സ്ക്വയർ a അറിയണമെങ്കിൽ എന്താ ചെയ്യണം? ഈ cos സ്ക്വയർ a ഈക്വൽ ടു അപ്പുറത്ത് പോകും. അപ്പൊ 1 - cos സ്ക്വയർ a ആണ്. അപ്പൊ ഞാൻ ഈ sin സ്ക്വയർ a ഉള്ളിടത്ത് ഇത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇവിടുത്തെ sin സ്ക്വയർ എന്താവും? 1 - cos സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 - cos a. ഇതിന്റെ മീനിങ് എന്താണ്? ഇതും ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 1 സ്ക്വയർ എന്ന് എഴുതിയാലും അത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലെ? 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. അപ്പൊ ഞാൻ 1നെ 1 സ്ക്വയർ എന്ന് എഴുതി. മൈനസ് cos സ്ക്വയർ a
ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ. അപ്പൊ ഈ മുകളിലുള്ള എന്ത് ഫോമിലിരിക്കുകയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് ഇരിക്കണം അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ നമുക്ക് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എ എന്താക്കി മാറ്റാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഈ ഫോർമാറ്റിലോട്ട് മാറ്റാം. ഇവിടുത്തെ എ ആരാണ്? 1 ആണ്. അപ്പൊ എ പ്ലസ് ബി 1 പ്ലസ് കോസ് എ ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ 1 മൈനസ് കോസ് എ. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ. ഇവിടെ മുകളിലും താഴെയും സെയിം ആയിട്ട് ആരുണ്ട്? 1 മൈനസ് കോസ് എ ഉണ്ട് അല്ലെ? താഴെയും മുകളിലും 1 മൈനസ് കോസ് എ ഉണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ എന്താണുള്ളത്? ഈ 1 പ്ലസ് കോസ് എ ആണുള്ളത്. ഓക്കെ, ഇതേ ആൻസർ തന്നെ നമ്മൾ ഈ സൈൻ സ്ക്വയർ ബൈ 1 മൈനസ് കോസ് എ ഡിവൈഡ് ചെയ്തപ്പോൾ, സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1 പ്ലസ് കോസ് എ കിട്ടി. ഇവിടെ ഇതും ചെയ്തപ്പോൾ 1 പ്ലസ് കോസ് എ തന്നെ കിട്ടി. അപ്പൊ രണ്ടും സെയിം തന്നെയാണ് കിട്ടിയത്. അപ്പൊ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഈസി അല്ലേ? ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനാണ് ഹിന്റ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ അടുത്ത 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 5th സബ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 ഇസിക്കൽ ടു കൊസീക് എ പ്ലസ് കോട്ട് എ. അതായത് ഈ ഒരു സെക്ഷന്, ഈ എൽ എച്ച് എസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ആർ എച്ച് എസിലേക്ക് എത്തുക. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഇതാണെന്ന് പ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി എന്താണ് അവർ പറഞ്ഞത്? യൂസിങ് ദ ഐഡന്റിറ്റി കൊസി സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സൊല്യൂഷനിലേക്ക് എത്താൻ പറയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യം എൽ എച്ച് എസ് എഴുതാം. എൽ എച്ച് എസ് ഇസിക്കൽ ടു എന്താണ്? എൽ എച്ച് എസ് കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1. ഓക്കെ, നമ്മുടെ ഐഡന്റിറ്റി ആൻസർ എന്താണ് പറയുന്നത്? കൊസീക് എ ആൻഡ് കോട്ട് എ. ഇവിടെ കൊസീക് എയോ കോട്ട് എയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്കറിയാം കൊസീക് എ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? 1 ബൈ സൈൻ എ ആണ്. അതുപോലെ തന്നെ കോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എയെ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോട്ട് എ കിട്ടും. അപ്പൊ കോസ് എ ബൈ സൈൻ എ ആണ് കോട്ട് എ. അപ്പൊ നമുക്ക് ഈ കൊസീക് എ കോട്ട് എ ആണ് സൊല്യൂഷനിലുള്ളത്. അപ്പൊ ഇതിന് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ സൈൻ എ വേണ്ടേ? 1 ഡിവൈഡഡ് ബൈ സൈൻ എ അല്ലെങ്കിൽ കോസ് എ ബൈ സൈൻ എ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1നെ നമുക്ക് ഡിവൈഡഡ് ബൈ സൈൻ എ ആക്കുകയാണെങ്കിൽ നമുക്ക് കൊസീക് എ കിട്ടും. ഇവിടെ ഒരു കോസ് എ ഉണ്ട്. ഈ കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട് എ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ എല്ലാം സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് നമുക്ക് കൊസീക് എ കോട്ട് എ എന്നുള്ളത് കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യേണ്ടി വരും. മുകളിൽ മാത്രമല്ല ചെയ്യേണ്ടത്, താഴെയും ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത് എല്ലായിടത്തും അഫക്റ്റ് ചെയ്യും. അതായത് ഒരു ഇക്വേഷനിൽ നമ്മൾ ഒരു അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ സൊല്യൂഷനെയും അഫക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എഴുതാം ഡിവൈഡിങ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ എ. ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സൈൻ എ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ന്യൂമറേറ്ററിൽ ആദ്യം ആരാണുള്ളത്? കോസ് എ. കോസ് എ സൈൻ എ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. പിന്നെ എന്തുണ്ട്? മൈനസ് സൈൻ എയും സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ എന്തുണ്ട്? പ്ലസ് 1 ഉണ്ട്. 1നെയും സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. പിന്നെന്ത്? ഹോൾ ഡിവിഷൻ ഉണ്ട്, അതിട്ടു. അതിനുശേഷം എന്തുണ്ട്? കോസ് എ ഉണ്ട്. കോസ് എ ബൈ സൈൻ എ പ്ലസ് സൈൻ എ ഉണ്ട്. പ്ലസ് സൈൻ എ ബൈ സൈൻ എ
-1 ഉണ്ട്, -1/sin a ഉണ്ടല്ലോ. നമ്മളൊരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ബാധിക്കും. അങ്ങനെ സൈനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരെയും സൈനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ സൊല്യൂഷൻ എഴുതാം. കോസ് എ സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്താ കോസ് എ ബൈ സൈനെ എന്താണ്? കോട്ട് എ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? കോട്ട് എ മൈനസ് സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ആൻസർ 1 ആണ് കിട്ടുന്നത് അല്ലെ. ഒരു വാല്യൂവിനെ ആ വാല്യൂ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 1 ആണ്. പ്ലസ് 1/sin a. 1/sin a എന്ന് പറയുന്നത് എന്താണ്? കൊസീക്ക് എ ആണ്. അപ്പൊ 1/sin a യുടെ ആൻസർ എന്താണ്? കൊസീക്ക് എ ഡിവൈഡഡ് ബൈ അടുത്തെന്താണ്? കോസ് എ ബൈ സൈൻ എ. കോസ് എ ബൈ സൈൻ എന്താണ്? കോട്ട് എ പ്ലസ് സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 ആണ് ആൻസർ, മൈനസ് 1/sin a. 1/sin a എന്താണ്? കൊസീക്ക് എ. ഓക്കെ, ഇനി ഞാൻ അടുത്ത് എന്ത് ചെയ്യാൻ പോണോ? ഈ കൊസീക്ക് എ ഇങ്ങ് കൊണ്ടുവരികയാണ്. അപ്പൊ കോട്ട് എ പ്ലസ് കൊസീക്ക് എ പിന്നെന്തുണ്ട്? -1 ഡിവൈഡഡ് ബൈ കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. ഓക്കെ, കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. ഇവിടെ നോക്കൂ, ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഐഡന്റിറ്റി എടുക്കാം. ഈ ഐഡന്റിറ്റി എന്താണ് പറയുന്നത്? കൊസീക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. അപ്പൊ ഈ പ്ലസ് കോട്ട് സ്ക്വയർ എ ഈക്വലിന്റെ ഇപ്പുറത്ത് വന്ന് എന്തായി മാറും? മൈനസ് കോട്ട് സ്ക്വയർ എ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എഴുതാം കൊസീക് സ്ക്വയർ എ ഈ കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് എന്താവും? മൈനസ് ആവും. കോട്ട് സ്ക്വയർ എ ഇസിക്കൽ ടു ഈ 1. ഓക്കെ, കൊസീക് സ്ക്വയർ എ ഈ കോട്ട് സ്ക്വയർ ഇങ്ങ് വന്നപ്പോൾ മൈനസ് ആയി, ഈക്വൽ ടു 1. അപ്പൊ ഈ 1ന്റെ വാല്യൂ എന്താണ്? കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ. ഇവിടെ എന്തുണ്ട്? ഒരു 1 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 1ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എഴുതാൻ പോവാണ്. ഇസിക്കൽ ടു കോട്ട് എ പ്ലസ് കൊസീക് എ മൈനസ് ഈ 1. ഈ 1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1ന്റെ ആൻസർ എന്താണ്? കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ. അവർ പറഞ്ഞ ഐഡന്റിറ്റി ആണ് അത്, നമുക്ക് അതിവിടെ അപ്ലൈ ചെയ്യാം. കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട് അല്ലെ, -1 എന്നാണ്. അപ്പൊ ഈ -1ന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഫ്രണ്ടിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പൊ ഈ മൈനസ് ഇവരെ അഫക്റ്റ് ചെയ്യും. സോ നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്തായി? കോട്ട് എ മൈനസ് കൊസീക് എ പ്ലസ് 1 ഇസിക്കൽ ടു ഇവിടെ നോക്കൂ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ് ഇരിക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ സൊല്യൂഷൻ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതണം. നമുക്കത് എഴുതാം. കോട്ട് എ പ്ലസ് കൊസീക് എ മൈനസ് ഇവിടെ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ ഇത് എയും ഇത് ബിയും ആണ്. അപ്പൊ സൊല്യൂഷൻ എങ്ങനെ എഴുതണം? എ പ്ലസ് ബി. അപ്പൊ കൊസീക് എ പ്ലസ് കോട്ട് എ, കൊസീക് എ പ്ലസ് കോട്ട് എ. അത് കഴിഞ്ഞ് എന്തുണ്ട്? എ മൈനസ് ബി. അപ്പൊ കൊസീക് എ മൈനസ് കോട്ട് എ. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എഴുതണം. അപ്പൊ നമ്മൾക്ക് എങ്ങനെ എഴുതാം? കൊസീക് എ മൈനസ് പ്ലസ് കോട്ട് എ എന്നും കൊസീക് എ മൈനസ് കോട്ട് എ എന്നും ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ഇതിനെ എഴുതി. ഇനി എന്ത് എഴുതാം? ഹോൾ ഡിവൈഡഡ് ബൈ ഇത് കോട്ട് എ മൈനസ് കൊസീക് എ പ്ലസ് 1 ഇസിക്കൽ ടു ഇവിടെ നോക്കൂ, ഇതൊരു സെക്ഷൻ,
ഇതൊരു സെക്ഷൻ. ഈ രണ്ട് സെക്ഷനിൽ കോമൺ ആയിട്ട് ആരുണ്ട്? കോട്ട് എ പ്ലസ് കൊസീക്ക ഉണ്ട്. ഇവിടെയും കോട്ട് എ പ്ലസ് കൊസീക്ക എന്ന് പറയുന്നതുണ്ട് അല്ലേ? ഈ സെക്ഷനിൽ കോമൺ ആയിട്ട് ഇത് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പുറത്തെടുക്കാം. ഏത്? ഈ കോട്ട് എ പ്ലസ് കൊസീക്കയെ പുറത്തെടുക്കാം. ഞാൻ എടുക്കുകയാണ്. കോട്ട് എ പ്ലസ് കൊസീക്ക് എ ഇൻറ്റു, അപ്പൊ ഇവിടെ ഉള്ളത് പുറത്തു പോയി അല്ലെ? ഈ ഒരു സെക്ഷനില് കോട്ട് എ പ്ലസ് കൊസീക്ക് എ ഇതാ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലെ? ഇവിടെ എന്താകും? 1 ആകും. പിന്നെ മൈനസ്, പിന്നെ ആരേ ഉള്ളൂ? കൊസീക്ക് എ മൈനസ് കോട്ട് എ മാത്രം. ഓക്കെ, ഇത് വന്നിട്ട് എന്തായി? പുറത്തു പോയി. ഇതും ഈ രണ്ട് സെക്ഷനിൽ കോമൺ ആണ്. അതുകൊണ്ട് ഇത് പോകുമ്പോൾ ഇത് ഇവിടെ നിന്ന് പുറത്തു പോകും. അപ്പൊ ഇവിടെ നിന്ന് ഇത് പോയപ്പോൾ അവിടെ 1 ആയി. മൈനസ് ഇത് പുറത്തു പോയപ്പോൾ പിന്നെ ആരേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. കൊസീക്ക് എ മൈനസ് കോട്ട് എ ഡിവൈഡഡ് ബൈ, ഇനി താഴെ എന്താണ്? കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. ഓക്കെ, നെക്സ്റ്റ് കോട്ട് എ പ്ലസ് കൊസീക്ക് എ ഇൻറ്റു 1 മൈനസ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? മൈനസ് കൊസീക്ക് എ എന്ന് കിട്ടും. മൈനസ് കൊണ്ട് മൈനസ് കോട്ട് എ ഇൻറ്റു ചെയ്യുമ്പോൾ ആണ്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൈനസ് കൊണ്ട് എല്ലാവരെയും നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പൊ മൈനസ് ഇൻറ്റു കൊസീക്ക് എ മൈനസ് കൊസീക്ക് എ മൈനസ് ഇൻറ്റു മൈനസ് കോട്ട് എ പ്ലസ് കോട്ട് എ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ 1, ഈ ഡിനോമിനേറ്ററിൽ ഈ 1നെ ഞാൻ ഫസ്റ്റ് എഴുതുകയാണ്. 1 എഴുതി. പിന്നെ ഈ മൈനസ് കൊസീക്ക് എ രണ്ടാമത് എഴുതുകയാണ്. കൊസീക്ക് എ, പിന്നെ ഈ പ്ലസ് കോട്ട് എ അത് കഴിഞ്ഞ് എഴുതുന്നു. ഓക്കെ, ഇപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ആരുണ്ട്? 1 മൈനസ് കൊസീക്ക് എ പ്ലസ് കോട്ട് എ ഉണ്ട് അല്ലെ? 1 മൈനസ് കൊസീക്ക് എ പ്ലസ് കോട്ട് എ മുകളിലുണ്ട്. 1 മൈനസ് കൊസീക്ക് എ പ്ലസ് കോട്ട് എ താഴെയുണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഇത് രണ്ടും എന്താവും? കട്ടായി പോകും അല്ലെ? അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? കോട്ട് എ പ്ലസ് കൊസീക്ക് എ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഫൈനൽ ആൻസർ. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇസിക്കൽ ടു എന്താണ്? കോട്ട് എ പ്ലസ് കൊസീക്ക് എ. ഓക്കെ, അത് തന്നെയാണല്ലോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൊസീക്ക് എ പ്ലസ് കോട്ട് എ. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ വിച്ച് ഈസ് RHS, hence proved. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണോ നമുക്ക് സൊല്യൂഷൻ, ആ സൊല്യൂഷനിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുക. ഇപ്പൊ കോസ് എ എന്ന് പറയുന്നതിൽ ഇവിടെ കോട്ട് എ ആണ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കോസ് എ ബൈ സൈൻ എ ആണ് നമ്മുടെ കോട്ട് എ എന്നുള്ളത് മനസ്സിലാക്കുക. കൊസീക്ക് എ ആണ് വരേണ്ടതെങ്കിൽ 1 ബൈ സൈൻ എ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബാക്കി ക്വസ്റ്റ്യൻസുകൾ കാണാം.